ഹായ് ഹലോ നമസ്കാരം സുഹൃത്തുക്കളെ, നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് പൊന്മാനെ കുറിച്ചാണ്. പൊന്മാൻ എന്ന് പറഞ്ഞ വ്യത്യസ്തമായ പേരിൽ അവതരിപ്പിക്കപ്പെട്ട സിനിമ ഇറങ്ങിയിരിക്കുകയാണ്. മികച്ച സിനിമയാണ്, പറയാതിരിക്കാൻ വയ്യ. മികച്ച സിനിമ തന്നെയാണ് പൊന്മാൻ്റെ സംവിധാനം ജ്യോതിഷ് ശങ്കറാണ്. തിരക്കഥ ഒരുക്കിയിട്ടുള്ളത് ജസ്റ്റിൻ മാത്യുവും GR ഇന്ദുഗോപനും ചേർന്നിട്ടുള്ളതാണ്. ഇതിൽ നല്ല പാട്ടുകളുണ്ട്, അടിപൊളി അസൽ പാട്ടുകളുണ്ട്. ആ പാട്ടുകൾ ഒരുക്കിയിട്ടുള്ളത് ജസ്റ്റിൻ വർഗീസിൻ്റെ സംഗീതത്തിലൂടെയാണ്. ഇതിൽ നായകൻ ആരാന്നറിയാമോ? ബേസിൽ ജോസഫ് അങ്ങോട്ട് തകർത്ത് തിമിർത്ത് അർമാദിക്കാണ് അഭിനയിച്ച്. അടിപൊളിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. നമ്മൾ ആ കഥാപാത്രത്തെ അത്രയേറെ നമുക്ക് ഒരിക്കലും ബേസിൽ ജോസഫിനെ കാണാൻ സാധിക്കില്ല സിനിമയിൽ. കഥാപാത്രത്തിന് മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുള്ളൂ. അത്രയേറെ മികച്ച രീതിയിൽ അങ്ങോട്ട് ഹൃദയം കൊണ്ട് അഭിനന്ദിക്കണം ബേസിൽ ജോസഫിനെ. അത്രയേറെ മികച്ച രീതിയിൽ അഭിനയിച്ചിട്ടുണ്ട് ബേസിൽ ജോസഫ്. അതുപോലെ തന്നെ സജിൻ ഗോപു ലിജോ മോൾ. ഈ ബേസിൽ ജോസഫിനെയും സജിൻ ഗോപുവിനെയും ലിജോ മോളുടെയും ഇങ്ങനെ നിരത്തി നിർത്തി കഴിഞ്ഞ് 3 പേരും ഓട്ടപ്പന്തയം നടത്തുകയാണെന്ന് തോന്നും. കാരണം അത്രയേറെ മികച്ച രീതിയിലുള്ള ഒരു അഭിനയത്തിലൂടെ അവരങ്ങനെ നമ്മളങ്ങനെ ആ സിനിമയിലേക്ക് അങ്ങോട്ട് ആഴ്ന്ന് ഇറക്കുകയാണ്. ഇവരെ അങ്ങോട്ട് ഇവരുടെ കഥാപാത്രങ്ങളെ മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. ഈ 3 പേരും അത്രയേറെ മികച്ച രീതിയിൽ 3 പേരും ഒരു ഓട്ടപ്പന്തയം വയ്ക്കുകയാണ് അഭിനയത്തിൻ്റെ കാര്യത്തിൽ. അത്രയേറെ മികച്ച രീതിയിലുള്ള അഭിനയം. കാരണം സജിൻ ഗോപു ഒക്കെ കൈകാര്യം ചെയ്യുന്ന കഥാപാത്രം അത്രയേറെ കരുത്തുള്ള കഥാപാത്രമാണ്. മികച്ച ഒരു സിനിമയാണ് പൊന്മാൻ. അതുപോലെ കുറേ അമ്മമാരെ അഭിനയിച്ചിട്ടുണ്ട് ഇതിൽ. അമ്മമാരൊക്കെ അടിപൊളിയായിട്ട് സൂപ്പറായിട്ട് അവിടെ തകർത്ത് അഭിനയിക്കാൻ. അടിപൊളി പടം കണ്ടപ്പോൾ ഇഷ്ടം തോന്നി. കാരണം ഒരു കൊച്ചു ചിത്രമാണ്. ആ കൊച്ചു ചിത്രം ഇത്രയേറെ ഹൃദയത്തിലേക്ക് നമ്മളങ്ങോട്ട് കെട്ടിപ്പിടിക്കുന്ന രീതിയിൽ അങ്ങോട്ട് ആഴ്ന്നിറങ്ങുന്ന നല്ലൊരു സിനിമ തന്നെയാണിത്. കാരണം നമ്മൾ കൊടുക്കുന്ന കാശിന് നല്ലൊരു ചിത്രം കാണുവാൻ സാധിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയൊരു കാര്യമല്ലേ. നമുക്ക് അത്ര നേരം ആ സിനിമ ചിന്തിപ്പിക്കുകയാണ് നമ്മളെ. കുറേ കാര്യങ്ങൾ ചിന്തിപ്പിക്കുന്നുണ്ട്. നല്ല രസകരമായിട്ടുള്ള കോമഡി ഈ സിനിമയിലുണ്ട്. നല്ലൊരു ചിത്രമാണ്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. നല്ലൊരു ചിത്രം പൊന്മാൻ. അതുപോലെ തന്നെ ഇതിൻ്റെ തിരക്കഥയിലെ കാര്യം പറഞ്ഞു വരുമ്പോൾ GR ഇന്ദുഗോപൻ നമുക്കറിയാവുന്ന നല്ലൊരു എഴുത്തുകാരനാണ്. അദ്ദേഹത്തിൻ്റെ ക്രൈമായിട്ടുള്ള കുറേ സ്റ്റോറികളൊക്കെ നമ്മൾ പലപ്പോഴായിട്ടും പലയിടത്തുനിന്നും വായിച്ചിട്ടുണ്ടാവും. അതുപോലെ തന്നെ ഈ സിനിമയിൽ നമ്മൾ കാണുന്ന ഈ ചിത്രത്തിൻ്റെ കഥ 4-5 ചെറുപ്പക്കാരെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ സ്വന്തം നോവലിലെ അതേ കഥാപാത്രങ്ങളും അതേ കഥയും തന്നെയാണ്. അപ്പം നല്ല രീതിയിൽ തന്നെ GR ഇന്ദുഗോപൻ നല്ല രീതിയിൽ നമ്മുടെ ആ സിനിമയിലേക്കാണ് കടത്തിക്കൊണ്ട് വരികയാണ്. ഹൃദയം കൊണ്ട് ഇങ്ങനെ കൈപിടിച്ച് ഇങ്ങനെ കയറി വാ മക്കളെ എന്ന് പറഞ്ഞ് ഇങ്ങനെ കടത്തിക്കൊണ്ട് വരികയാണ് ഈ സിനിമയിലൂടെ. നല്ലൊരു കഥയും നല്ല രീതിയിൽ തന്നെ വ്യത്യസ്തമായി തന്നെ രീതിയിൽ തന്നെ അത് അവതരിപ്പിച്ചിരിക്കുകയാണ്. സിനിമ കാണുമ്പോൾ നമുക്ക് ഒരിക്കലും ബോറടിക്കില്ല. കാരണം 2 മണിക്കൂറാണ് ചിത്രം. അതായത് 127 മിനിറ്റ് കടന്നു വരുന്ന ആ ചിത്രം നമ്മൾ കാണുമ്പോൾ നമുക്ക് ബോറടിക്കില്ല. നമുക്ക് പൂർണ്ണമായി സംതൃപ്തി കിട്ടും. ഈ പൊന്മാൻ എന്ന് പറഞ്ഞ ചിത്രം. പൊന്മാൻ ആ പേരിൽ വ്യത്യസ്തതയുണ്ട് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ സൂപ്പർ പടമാണ് നമ്മുടെ പൊന്മാൻ. കൊല്ലം കടപ്പുറം സ്റ്റെഫിയുടെ വിവാഹം, അങ്ങനെ കുറേ ദുരൂഹതകൾ കടന്നു വരുന്ന ദുരൂഹതകൾ അങ്ങനെ കുറേ അറകളാക്കി ഇങ്ങനെ മാറ്റി വെച്ചിട്ട് അറകളിൽ നിന്നും ഇങ്ങനെ പെറുക്കിയെടുത്ത് നമ്മുടെ മുന്നിലേക്ക് ഇങ്ങനെ എറിഞ്ഞിട്ട് തരുന്ന ഒരു രചനാ വൈഭവം തന്നെ ഒരുക്കിയിരിക്കുകയാണ് GR ഇന്ദുഗോപനും ജസ്റ്റിൻ മാത്യുവും കൂടി ചേർന്ന്. അതിന് നല്ല രീതിയിൽ തന്നെ ജ്യോതിഷ് ശങ്കർ നമുക്ക് മുന്നിൽ അവതരിപ്പിച്ചിരിക്കുന്നു. സൂപ്പർ പടമാണ്. എല്ലാവരും പോയി കാണണം. തിയേറ്ററിൽ പോയി തന്നെ കാണണം കേട്ടോ. സൂപ്പർ പടമാണ്, നല്ല പടമാണ്. അപ്പോൾ പൊന്മാൻ എല്ലാവരുടെയും ഹൃദയത്തിലേക്ക് ഇങ്ങനെ ആഴ്ന്നിറങ്ങിയിരിക്കുകയാണ്. എല്ലാവരും ചിന്തിപ്പിക്കുന്ന നല്ലൊരു സിനിമയാണ്. എല്ലാവരും പോയി കാണണം. അപ്പോൾ ഓക്കെ, ടാറ്റാ, ബൈ.